റോജായ നിയമസഭയ്ക്കകത്ത് കെ ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെ പോലീസ് അതിക്രമം പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വിമർശനം ഉന്നയിച്ചു. അതിന് അതേ രീതിയിൽ ആ വേദിയിൽ തന്നെ മറുപടി പറയാൻ കോൺഗ്രസ് പരാജയപ്പെട്ടതുകൊണ്ടല്ലേ കെ ആൻ്റണിക്ക് തൻ്റെ ഭാഗം പറഞ്ഞ് രംഗത്ത് വരേണ്ടി വന്നത്? കാരണം ഒരു പക്ഷെങ്കിൽ ഈ ശിവഗിരി സംഭവത്തിൽ കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ടാണ് കടകംപള്ളി സുരേന്ദ്രനും CPIയിലെ ചന്ദ്രശേഖരനും മുഖ്യമന്ത്രിയും ഒക്കെ പരാമർശിച്ച് അന്നത്തെ പോലീസ് അതിക്രമത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. UDF കാലത്ത് ഇങ്ങനെയൊക്കെയായിരുന്നു നടന്നതെന്ന്. കെ ആൻ്റണി 95-96 കാലത്ത് ഇരിക്കുന്ന സമയത്താണ് ശിവഗിരി മഠത്തിൽ പോലീസ് കയറി അതിക്രമം ഉണ്ടായി എന്നുള്ള വലിയ വിവാദം വരികയും അത് കോൺഗ്രസിൻ്റെ തോൽവിക്ക് പോലും 96 ഇലക്ഷന് അത് തോൽവിക്ക് പോലും ഇടയാക്കി ചെയ്തു. അന്ന് അധികാരത്തിൽ വന്ന നായനാർ സർക്കാരാണ് ശിവഗിരിയിലെ പോലീസ് അതിക്രമത്തെക്കുറിച്ച് ജസ്റ്റിസ് V. ഭാസ്കരൻ നമ്പ്യാരെ കൊണ്ട് അന്വേഷണത്തിന് ഉത്തരവിടുകയും ഭാസ്കരൻ നമ്പ്യാർ കമ്മീഷൻ അന്വേഷിക്കുകയൊക്കെ ചെയ്തു. ഇതെന്ന് പറയുന്നത് ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലായിരുന്നു. അന്ന് പോലീസ് അവിടെ ഹൈക്കോടതി വിധി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പോലീസ് അവിടെ കയറി. അതായത് ഈ ശിവഗിരി മഠത്തിൻ്റെ ഭരണ സമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ജയിച്ച സ്വാമിമാർ തമ്മിലുള്ള അടിപിടിയുടെ അധികാരം കൈമാറാതിരിക്കുന്നതിൻ്റെ പേരിലാണ് ഈ തർക്കങ്ങളൊക്കെ ഉണ്ടാവുകയും കോടതി ഈ പോലീസിനെ ഉപയോഗിച്ച് കോടതി വിധി നടപ്പാക്കാനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്തു. ആൻ്റണി പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്താണ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുകയും 99 കമ്മീഷൻ റിപ്പോർട്ട് നിയമസഭയിൽ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് സഹിതമാണ് സമർപ്പിക്കുകയും ചെയ്ത്. അന്ന് കെ ആൻ്റണിക്ക് അറിയാമല്ലോ, ഇത് റിപ്പോർട്ട് വായിച്ചു നോക്കിയാൽ തൻ്റെ പേര് അതിനകത്ത് അന്നത്തെ ഭരണകൂടത്തെ പോലീസിൻ്റെ അതിക്രമത്തിനെതിരായിട്ടുള്ള റിപ്പോർട്ടായിരുന്നു. അതായത് പോലീസിൻ്റെ നടപടി ശരിയാണെന്നാണ് കമ്മീഷൻ റിപ്പോർട്ട് പറയുകയും ചെയ്തത്. അതായത് പോലീസ് ബലപ്രയോഗം വലിയ തോതിൽ നടത്തിയില്ല എന്നും പോലീസ് നീതിപൂർവമായി വേറെ വഴിയില്ലാതെ വന്നുമ്പോൾ നീതിപൂർവമായി പോലീസ് പെരുമാറിയെന്നുമാണ് കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് 350 പേജിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ അതുപോലെ അന്ന് ആ പോലീസ് ആക്ഷന് നേതൃത്വം കൊടുത്ത് അന്നത്തെ റൂറൽ SP ആയിരുന്ന ശങ്കർ റെഡ്ഡി എന്ന് പറയുന്ന ഓഫീസറായിരുന്നു. ശങ്കർ റെഡ്ഡി എക്സലൻ്റ് ഓഫീസറാണെന്നും മാതൃകാപരമായ രീതിയിലാണ് ശങ്കർ റെഡ്ഡി പെരുമാറിയെന്നുമാണ് കമ്മീഷൻ അതിനകത്ത് എഴുതിയിരുന്നത്. അങ്ങനെ അന്നത്തെ കലക്ടറായിരുന്നു അരുണ സുന്ദർരാജ് എന്ന് പറയുന്നത്, അവരുടെ നടപടിയും വളരെ ശരിയാണെന്നാണ് അന്ന് ഈ റിപ്പോർട്ടിനകത്തുണ്ടായിരുന്നത്. അപ്പം ഇങ്ങനെ മൊത്തത്തിൽ ആൻ്റണിയെ കുറ്റപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ടൊന്നും അന്ന് ഇല്ലായിരുന്നു. പക്ഷേ പറഞ്ഞ് ആൻ്റണിയുടെ കാലത്ത് പോലീസ് അതിക്രമം നടന്നു എന്നാണ് CPM വർഷങ്ങളായി പറഞ്ഞത്. അതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസ്സുകാർ തയ്യാറായിട്ടില്ല, ഈ ആൻ്റണി ഉൾപ്പെടെയുള്ളവർ. അതാണ് എൻ്റെ പ്രശ്നം. ആൻ്റണി അക്കാലത്ത് റിപ്പോർട്ട് സമർപ്പിക്കുന്ന കാലത്ത് പ്രതിപക്ഷ നേതാവും, പിന്നീട് ആൻ്റണി 100 സീറ്റ് വാങ്ങി ആൻ്റണി 4 കൊല്ലത്തോളം ആൻ്റണി ഭരിക്കുകയും ചെയ്ത ആൻ്റണിയാണ്. ആൻ്റണി എന്തുകൊണ്ട് ഇതിനെ ക്യാമ്പയിൻ നടത്തിയില്ല എന്നുള്ള ചോദ്യത്തിന് ആൻ്റണിയാണ് മറുപടി പറയേണ്ടത്. ഒരു പക്ഷെങ്കിൽ ഈ അവസ്ഥ ഈ കാര്യം വന്ന സമയത്ത് അന്ന് കോൺഗ്രസിനകത്തുണ്ടായ ഇപ്പോൾ നിയമസഭയിലുള്ള ഒട്ടനേകം പേർക്ക് ഒരുപക്ഷെ ഇതറിയത്തില്ല, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ. പ്രതിപക്ഷ നേതാവ് 2001 മുതലാണ് നിയമസഭ അംഗമായത്. അറിവില്ലായ്മയായിരിക്കാം, മറ്റ് MLA മാരുടെയൊക്കെ സ്ഥിതി അതൊക്കെ തന്നെ. കോൺഗ്രസിനകത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനകത്തുള്ള ഗുരുതരമായ പിഴവുകളാണ് ഇതിനെല്ലാം അടിസ്ഥാനം. ഇവരാരും ഇത്തരം പ്രശ്നങ്ങളോട് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാതിരിക്കുകയും ഉപയോഗിക്കേണ്ട മെറ്റീരിയലുകൾ ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ ദുരന്തഫലമാണ്. അതിനകത്ത് ഈ ഒരു ഉത്തരവാദി കെ ആൻ്റണിയാണ്. ഇപ്പോൾ കെ ആൻ്റണിക്ക് ഈ വെളിപാടുണ്ടാകുന്നതിൻ്റെ ഞാൻ കരുതുന്നത് കെ ആൻ്റണിക്ക് ഇപ്പോൾ ഈ വെളിപാടുണ്ടാകാനുള്ള കാരണം ഏതാണ്ട് ഒരു മാസം മുമ്പാണ് നമ്മൾ മാധ്യമ സിൻഡിക്കേറ്റിനകത്ത് നമ്മളൊരു വാർത്ത കൊടുത്തത്. അതായത് ശിവഗിരി സംഭവവുമായി ബന്ധപ്പെട്ട അന്ന് SNDP യോഗത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന അഡ്വക്കേറ്റ് K. ഗോപിനാഥൻ, അദ്ദേഹം ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ ആത്മകഥ എഴുതിയിരുന്നു. എൻ്റെ ജീവിതം എന്ന് പറയുന്ന ആ പുസ്തകത്തിനകത്ത് ഈ കെ ആൻ്റണി ഒരു ചതിയനാണെന്നാണ് എഴുതിയിരുന്നത്. അതിൻ്റെ കാരണം പറയുന്നത് ശിവഗിരി മഠത്തിലുണ്ടായ സംഭവങ്ങൾ SNDP യോഗത്തെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനൊരു നടപടി സ്വീകരിച്ചു എന്നാണ് ഗോപിനാഥൻ അതിനകത്ത് അതിരൂക്ഷമായ ഭാഷയിൽ ആൻ്റണിയെ ആക്രമിച്ചിരിക്കുന്നത്. കോൺഗ്രസ്സുകാരനാണ് ഈ K. ഗോപിനാഥൻ. അദ്ദേഹം കായംകുളത്ത് നിന്ന് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയൊക്കെ ചെയ്ത ആളാണ്. അപ്പോൾ ആൻ്റണിയെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ഈ പുസ്തകം ഇറങ്ങിയത്. അത് ഒരുപക്ഷെ ആൻ്റണിക്ക് അത് ഒരു ക്ഷീണമായിട്ട് തോന്നിയിട്ടുണ്ടാവാം. അതിനൊപ്പം തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം ഈ പോലീസിനെ കുറിച്ചുള്ള അടിയന്തര പ്രമേയ ചർച്ചയിൽ പിണറായി വിജയനും മറ്റ് CPM MLA മാരും ഒക്കെ ഇതേക്കുറിച്ച് ആൻ്റണിയുടെ കാലത്ത് ശിവഗിരിയിൽ പോലീസ് അതിക്രമം നടന്നു ഈ 2 കാര്യങ്ങളിൽ പോലീസിൻ്റെ അതിക്രമം ഉണ്ടായി എന്നുള്ള കാര്യങ്ങളാണ് അവരവിടെ പരാമർശിച്ചത്. അപ്പോൾ അതിനെ വേണ്ട രീതിയിൽ കോൺഗ്രസ്സിനെ ഡിഫെൻഡ് ചെയ്തില്ല എന്നുള്ളത് ശരി. കോൺഗ്രസിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും പരാജയം തന്നെയാണ് അതിനൊരു കാരണം എന്ന് പറയുന്നത്. കാരണം കോൺഗ്രസ് ഇതൊരിക്കൽ പോലും വേണ്ട രീതി ഒരു ഇലക്ഷൻ ക്യാമ്പയിനായിട്ടോ അല്ലെങ്കിൽ അവരുടെ CPM-നെതിരായിട്ട് ഉപയോഗിക്കാനോ കോൺഗ്രസ് ശ്രമിച്ചില്ല. അതിൻ്റെ പരാജയം ആൻ്റണി ഉൾപ്പെടെയുള്ളവർക്ക്. ഞാൻ 21 വർഷമായിട്ട് ഇവിടെ ഇല്ലായിരുന്നു എന്ന് പറയുന്നത് ന്യായം പറയുന്നതിന് അർത്ഥമില്ല. നിങ്ങൾ ഭരിച്ച കാലത്ത്, നിങ്ങൾ പാർട്ടിയുടെ നേതൃത്വത്തിൽ സർവശക്തനായിരുന്ന കാലത്ത് ഈ മെറ്റീരിയൽ എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല വേണ്ട രീതിയിൽ?
നിങ്ങൾ അതിനനുസരിച്ച് പാർട്ടിയിലെ പുതിയ നേതൃത്വത്തെ നിങ്ങളിത് ഈ പാർട്ടി ക്ലാസ് ഇല്ലായ്മയുടെ പാർട്ടിയുടെ നയപരിപാടികളെക്കുറിച്ച് തലമുറകളെ ബോധവൽക്കരിക്കുന്നതിൽ പാർട്ടി പരാജയപ്പെടുന്നതിൻ്റെ ഒരു കാരണമാണ്. ഇപ്പോൾ AKN കരഞ്ഞുകൊണ്ട് വന്നത് സ്വന്തം ഭാഗം ന്യായീകരിക്കേണ്ട ഗതികേട് വരാനുള്ള കാരണമെന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളിലുള്ള കോൺഗ്രസിൻ്റെ അക്ഷന്തവ്യമായ പിടിപ്പുകേടാണ്. ഇതിനെല്ലാം കാരണം ഒരു കാര്യവും സമയത്ത് ചെയ്യാതിരിക്കുക. ഇതുപോലുള്ള ക്യാമ്പയിനകത്ത് കോൺഗ്രസ് പരാജയപ്പെടുന്നതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ ശത്രുക്കൾ നിങ്ങൾക്കെതിരെ ഇതുപോലുള്ള മെറ്റീരിയലുകൾ ഉപയോഗിക്കുന്നത്. കാരണം ഇതേക്കുറിച്ച് അറിവുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ ഉണ്ടായിരുന്നെങ്കിൽ അത് കയറി ഡിഫെൻഡ് ചെയ്യും. ഇന്നിപ്പോൾ കോൺഗ്രസ്സുകാരൊക്കെ വേഷം കെട്ടി വന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് നിങ്ങളുടെ കാലത്ത് നിങ്ങളിതിനെക്കുറിച്ച് വേണ്ട രീതിയിൽ ക്യാമ്പയിൻ ചെയ്തില്ല എന്നുള്ളൊരു സംഭവമുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് കൂത്തുപറമ്പ് വെടിവെപ്പ് വന്ന് അതിനെക്കുറിച്ചുള്ള കമ്മീഷൻ റിപ്പോർട്ട് ജസ്റ്റിസ് പത്മനാഭ മേനോൻ കമ്മീഷൻ റിപ്പോർട്ട് വന്ന സമയത്ത് CPM കേരളം മുഴുവൻ വ്യാപകമായ ക്യാമ്പയിൻ നടത്തുമായിരുന്നു ആ റിപ്പോർട്ടിനെക്കുറിച്ച്. അതുപോലെ തന്നെ പത്രത്തിൽ പോലും പരസ്യം ചെയ്യുക, നമ്മൾ വാർത്ത കൊടുത്തിരുന്നത് പത്രത്തിൽ അത് സംബന്ധിച്ച് പരസ്യം വരെ കൊടുത്തിരുന്നു. എന്തൊക്കെയാണ് കമ്മീഷൻ്റെ കണ്ടെത്തലുകൾ എന്നൊക്കെയുള്ള രീതിയിൽ കൊടുത്തത്. അതാണ് ആ പാർട്ടി ആ ലെവലിൽ അവർക്ക് അനുകൂലമായ ഒരു സാധനത്തെ അവർ വലിയ തോതിൽ അതിനെ ക്യാമ്പയിൻ ചെയ്തു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കമ്മീഷൻ റിപ്പോർട്ട് പത്രപരസ്യമാക്കി സർക്കാർ കൊടുക്കുകയൊക്കെ ചെയ്ത്. അപ്പോൾ അതാണ് നിങ്ങളുടെ രാഷ്ട്രീയ ശത്രുക്കൾ അവർക്ക് അനുകൂലമായ കാര്യങ്ങൾ വൃത്തിയായിട്ട് ഉപയോഗിക്കുമ്പോൾ നിങ്ങളിതെല്ലാം കാഴ്ചക്കാരായിട്ട് നോക്കിയിരിക്കുകയാണ്. ഇതിനകത്ത് ഇപ്പോൾ ആരെ കുറ്റം പറയുന്നത്? പിണറായി വിജയൻ്റെ രാഷ്ട്രീയം പറയുന്നു, അല്ലെങ്കിൽ ഈ ചന്ദ്രശേഖരൻ്റെ രാഷ്ട്രീയം പറയുന്നു, കടകംപള്ളിയുടെ പാർട്ടിയുടെ രാഷ്ട്രീയം പറയുന്നു. നിങ്ങളെക്കൊണ്ട് എന്തുകൊണ്ട് ഇത് കഴിഞ്ഞില്ല എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയണം. അതിനുശേഷം എത്രയൊക്കെ സർക്കാരുകൾ അത്രയൊക്കെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ വന്നു, എന്തുകൊണ്ട് ഇത് ഉപയോഗിച്ചില്ല? AK ആൻ്റണി അതിനകത്തൊരു കുറ്റക്കാരനാണ്. AK ആൻ്റണി ആയിരുന്നു ഇത് ഈ സർക്കാരിനാണ് UDF AK ആൻ്റണിക്കെതിരായിട്ടല്ല UDF സർക്കാരിനെതിരായിട്ടുള്ള ക്യാമ്പയിനായിരുന്നു 96-ലെ തെരഞ്ഞെടുപ്പിനെതിരെ ശിവഗിരി മഠത്തിൽ ഒരു ആധ്യാത്മിക കേന്ദ്രത്തിൽ പോലീസിനെ കയറ്റി വലിയ കുഴപ്പമുണ്ടാക്കി എന്നുള്ള വലിയ മാസീവ് ക്യാമ്പയിൻ കേരളം ഒട്ടാകെ നടക്കുകയും ഈഴവ സമുദായത്തിൻ്റെ വലിയ തോതിലുള്ള വോട്ട് കോൺഗ്രസിന് ചോർന്നു പോവുകയും ചെയ്തു. അപ്പോൾ അതിനെ തടയിടാൻ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും ഒരു ക്യാമ്പയിനും ഉണ്ടായില്ല. ഈ ശിവഗിരിയിൽ പോലീസ് അതിക്രമം ഉണ്ടായില്ല എന്നും ഈ പറയത്തക്കപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായില്ലെന്നും പോലീസിൻ്റെ നടപടി ശരിയാണെന്നും ഹൈക്കോടതി വിധി നടപ്പിലാക്കുന്നതിന് വേണ്ടി മാത്രമാണ് സർക്കാർ ശ്രമിച്ചതെന്നും അന്യായമായ രീതിയിൽ യാതൊരു കുഴപ്പവും അവിടെ ഉണ്ടായില്ലെന്നും കമ്മീഷൻ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. ഇത് ഉപയോഗിക്കാൻ തന്നെ നിങ്ങൾ ആരെയാണ് കുറ്റം പറയുന്നത്? ഇതിപ്പോൾ AK ആൻ്റണിക്ക് സ്വയം ന്യായീകരിക്കേണ്ടി വന്നതെന്നുകൊണ്ടാണ് AK ആൻ്റണിയുടെ പേരെടുത്ത് പറഞ്ഞു. ഇവർ ഇത്തരത്തിൽ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടാണ് AK ആൻ്റണിക്ക് പുറത്തിറങ്ങി വന്ന് ഇത് ന്യായീകരിക്കേണ്ടി വരും. നിങ്ങളെ പാർട്ടിയായിരുന്നു ഇത് ചുമതലപ്പെടുത്തേണ്ടത് കാലങ്ങൾക്ക് മുമ്പേ. അത് നടത്തിയില്ല. അതിന് ഉത്തരവാദിത്വത്തിൽ തന്നെ AK ആൻ്റണി കൈയൊഴിയാൻ പറ്റത്തില്ല. AK ആൻ്റണി ആയിരുന്നു അത് ചെയ്യേണ്ടതും. AK ആൻ്റണി ആയിരുന്നു ഒരു പാർട്ടിയുടെയും സർക്കാരിൻ്റെയും ഒരു നേട്ടമായിട്ട് അതിനെ ഉപയോഗിക്കേണ്ടിയിരുന്നത്. അത് ഉപയോഗിച്ചില്ല എന്നുള്ളത് ആൻ്റണിയുടെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ തെറ്റാണ്. പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കാലത്താണ് ഇത് വന്നത്. അതുപോലെ തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഇത് ഉപയോഗിക്കാമായിരുന്നു. നിയമസഭയുടെ മേശപ്പുറത്തിരിക്കുന്ന റിപ്പോർട്ട് എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല? ഇപ്പോൾ സർക്കാർ പുറത്തു വിടണമെന്ന് പറയുന്നതിനകത്ത് ഓൾറെഡി അത് ഇടത്തിൽ വന്നു കഴിഞ്ഞ കാര്യമാണ്. 99 മുതൽ ഈ റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്തിരിക്കുന്ന റിപ്പോർട്ടാണ്. നിങ്ങൾ എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല? അതിനാരെയാണ് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത്? ഭരണപക്ഷം കൃത്യമായി പ്ലാൻ ചെയ്ത് ആയുധങ്ങളെല്ലാം ഒരുക്കിയാണ് വന്നത്. പ്രതിപക്ഷത്തിന് അത്രത്തോളം ഈ നിയമസഭാ സമ്മേളനത്തിൻ്റെ ആദ്യത്തെ 3 ദിവസവും ആ ഒരു പ്ലാനിങ്ങിൻ്റെ കുറവുണ്ടോ? കാരണം 3 ദിവസവും ഇവർ കൊണ്ടുവന്ന വിഷയത്തിൽ സർക്കാർ ഒരു മേൽക്കൈ എടുത്ത് നിൽക്കുന്നൊരു അല്ല, അത് ആദ്യത്തെ ദിവസം വേണ്ട രീതിയിൽ പ്രിപ്പറേഷൻ ഇല്ല. കാരണം ഈ ഒരു 2 മണിക്കൂർ ചർച്ച ഉണ്ടാവും എന്നുള്ളത് പ്രതീക്ഷിച്ചില്ല. എന്നാൽ ഇന്നലെ അത് അമീബിക് ജ്വരത്തിൻ്റെ കാര്യത്തിനകത്ത് അത് കവറപ്പ് ചെയ്യാൻ പറ്റി. ഇന്നാണെങ്കിലും അത് വന്നു. പക്ഷേ പ്രശ്നമെന്ന് പറയുന്നത് ഏതൊരു കാര്യത്തിനും നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള മെറ്റീരിയൽ ഉണ്ടാക്കുന്ന കാര്യത്തിൽ എല്ലാ കാലത്തും കോൺഗ്രസ് പരാജയമാണ്. അവർക്ക് വേണ്ട രീതിയിലുള്ള അവരുടെ മെറ്റീരിയൽ ഉപയോഗിക്കാനോ അതിനുള്ള റിസർച്ച് ഇല്ല. ഇപ്പോൾ തന്നെ ഈ പുതിയ കാലത്തെ സോഷ്യൽ മീഡിയ സെറ്റപ്പുകളും ഒക്കെ തന്നെ പരാജയമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറവാണ്. പിന്നെ ഇത്തരം കാര്യങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്നുള്ളത് അവർ തലമുറകളായിട്ട് പഠിപ്പിക്കുന്നുമില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ പാർട്ടിയുടെ നയപരിപാടികളെക്കുറിച്ചുള്ള കൃത്യമായ ബോധവൽക്കരണം പാർട്ടിക്കുള്ളിൽ നടക്കാത്തതിൻ്റെ പ്രശ്നമാണിത്. ഇത് കോൺഗ്രസിന് അനുകൂലമായ UDFന് അനുകൂലമായ ഒരു കമ്മീഷൻ റിപ്പോർട്ട് വന്നിട്ട് മാനത്ത് നോക്കിയിരിക്കുന്ന അവസ്ഥയാണല്ലോ ഈ പാർട്ടിക്കുണ്ടായത്. അതുകൊണ്ടാണല്ലോ 21 വർഷത്തിന് ശേഷം ഈ 85-കാരനായ AK ആൻ്റണിക്ക് വന്ന് തൻ്റെ കാലത്ത് നടന്ന ഒരു പോലീസ് ലാത്തിചാർജിനെക്കുറിച്ച് ന്യായീകരിക്കേണ്ടി വന്ന് ഗതികേടുണ്ടായത്. അതിന് ഉത്തരവാദിത്വം കോൺഗ്രസ്സുകാർക്കാണ്. അതിനെ ഒന്നാമത്തെ ഉത്തരവാദി എന്ന് പറയുന്നത് ശ്രീ AK ആൻ്റണി തന്നെയാണ്. അദ്ദേഹമാണ് ഈ പാർട്ടിയുടെ ഏതാണ്ട് 2004 വരെ കേരളത്തിലെ കോൺഗ്രസിനെ 2 കൈയിലും പിടിച്ചു വെച്ചിരുന്ന ഒരു സർവ്വശക്തനായ നേതാവായിരുന്നു. അദ്ദേഹം എന്തുകൊണ്ട് ഇത് ഉപയോഗിച്ചില്ല? എന്തുകൊണ്ട് ഇത് കോൺഗ്രസിനെ അണികളെ ഇത് ബോധവൽക്കരിച്ചില്ല എന്നുള്ള ചോദ്യമുണ്ടല്ലോ. കാലാകാലങ്ങളിൽ മാറി വന്ന MLA-മാരെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചെടുക്കുന്ന കാര്യത്തിൽ ഇവരെല്ലാം പരാജയപ്പെട്ടു പോയി. അതിന് കൈയഴി മാറിയതൊരു കാര്യമില്ല. AK ആൻ്റണിയാണ് ഇതിനകത്ത് നമ്പർ 1 ഉത്തരവാദി. അദ്ദേഹമാണ്
അദ്ദേഹത്തിൻ്റെ കാര്യമായതുകൊണ്ട് അദ്ദേഹം ന്യായീകരിക്കാൻ പുറത്തിറങ്ങി, വേറെ ആരുടെ കാര്യമായിരുന്നു അദ്ദേഹം ന്യായീകരിക്കാനും വരില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ട്. ഇത് സ്വാർത്ഥതയാണ് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം. സ്വന്തം പേര് ചീത്തയാവുകയോ സ്വന്തം ഇമേജിന് കോട്ടം തട്ടുകയോ ചെയ്യുമ്പോഴാണ് എ കെ ആന്റണി എപ്പോഴും പുറത്തു വരുന്നത്, മിക്കപ്പോഴും. അപ്പോൾ അത് എ കെ ആന്റണി ഇപ്പോൾ സ്വയം ന്യായീകരിക്കേണ്ട ഗതികേട് വന്നതിനകത്ത് ഉത്തരവാദിത്തത്തിൽ നിന്ന് എ കെ ആന്റണിക്ക് മാറാൻ പറ്റില്ല. എ കെ ആന്റണിക്ക് ഉള്ള പോലെ തന്നെ ഈ കോൺഗ്രസ് പാർട്ടിക്കുണ്ട്, അതേപോലെ തന്നെ യു ഡി എഫ് നേതൃത്വത്തിനുണ്ട്. അവരാരും ഇതൊന്നും ഈ മെറ്റീരിയലുകളൊന്നും വേണ്ട രീതിയിൽ തെരഞ്ഞെടുപ്പ് കാലത്തോ അല്ലാതെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അതിനെ സ്വയം പരിതപിക്കുകയല്ലാതെ വേറെ മാർഗ്ഗമില്ല.